ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഉവൈസ് പാണക്കാട്. എങ്ങനെ ഉണ്ടായിരുന്നു മാർക്കറ്റ്? എന്നും എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. കുറച്ച് കാലങ്ങളായിട്ട് മാർക്കറ്റ് വോളറ്റൈൽ ആണ് എന്ന് തന്നെ പറയാം. കുറഞ്ഞ 2 ദിവസം കണ്ട ഒരു ട്രെൻഡോ കാര്യങ്ങളോ കാണിച്ചു. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ താഴത്തേക്കും മുകളിലേക്കും ഒക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് മാർക്കറ്റ് തരുന്നുണ്ട് എന്നുള്ളതാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ പ്രീമിയത്തിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ബാങ്ക് നിഫ്റ്റി ആൻഡ് ബാക്കിയുള്ളതൊക്കെ മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട് തന്നെ പ്രീമിയത്തിൽ അത്ര ഭയങ്കരമായിട്ടുള്ള സ്പൈക്കോ കാര്യങ്ങളോ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ബട്ട് വെൻ ഇറ്റ് കംസ് ടു നിഫ്റ്റിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ ഒരു നോർമൽ റേഞ്ചിലുള്ള മൂവ് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇന്നത്തെ ആ ഒരു മൂവൊക്കെ നല്ല ഷാർപ്പായിട്ടുള്ള മൂവ് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഇന്നത്തെ ലൈവ് മാർക്കറ്റ് അപ്ഡേഷനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലത്തേക്ക് മുകളിലേക്കുള്ള ലെവൽ ഞാൻ പറഞ്ഞിട്ട് പോലുമില്ല. മുകളിലേക്കുള്ള ലെവലിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടേ ഇല്ല. ആൻഡ് ഞാൻ പറയേണ്ടത് നിങ്ങൾക്കറിയാം എന്താണ് ഇന്ന് മാർക്കറ്റിൻ്റെ മുകളിലേക്കുള്ള മൂവ് ഉണ്ടായിട്ടുള്ളത്. താഴത്തു നിന്നുള്ള ആ ഒരു റിവേഴ്സൽ മൂവിൻ്റെ കാര്യമല്ല പറഞ്ഞത്. അത് ഇനിഷ്യലി താഴത്തേക്കുള്ള ഒരു മൂവ് ഉണ്ടായതിനു ശേഷം കിട്ടിയിട്ടുള്ള റിവേഴ്സലാണ്. ഇനി മാർക്കറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ബാക്കിയുള്ള ഓൾമോസ്റ്റ് സ്റ്റോക്കുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മിക്സ്ഡ് ടെറിട്ടറിയിൽ ട്രേഡ് ചെയ്യുന്നൊരു ഫീലാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ. ആൻഡ് ഇനി വരും ദിവസങ്ങളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെൻ ഇറ്റ് കംസ് ടു നിഫ്റ്റി ബാങ്ക് 53,700 53,300 എന്നുള്ള ലെവലിൽ നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യേണ്ടതുണ്ട്. ആൻഡ് നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 24,700 to 24,500 എന്നുള്ള ആ ഒരു 200 റേഞ്ചിൻ്റെ പോയിന്റ് നമ്മൾ ആ ഒരു 200 പോയിൻറ്റ്സിൻ്റെ റേഞ്ച് നമ്മൾ വാച്ച് ചെയ്യേണ്ടതുണ്ട്. മേ ബി നമ്മൾ ഇന്നലത്തെ മാർക്കറ്റ് അനാലിസിൽ പറഞ്ഞതുപോലെ ഈ ഒരു റേഞ്ചിനെ എക്സ്പയറിയിലേക്ക് ട്രീറ്റ് ചെയ്യുന്ന റേഞ്ച് ആണെന്നുണ്ടെങ്കിൽ നാളത്തെ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ മറ്റന്നാൾ എക്സ്പയറി ആണ്. നാളത്തെ ഒരു നമുക്ക് നോക്കാം. നാളെയും കൂടിയും ഇതേപോലെ പോവുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പയറിയിൽ നമുക്ക് നല്ല മൂവുകൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. കാരണം ഒരു എക്സ്പയറിയുടെ കുറച്ച് മുമ്പായിട്ട് ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച എന്നുള്ളതല്ല, അവർലി ടൈം ഫ്രെയിം ചാർട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിഫ്റ്റിയിൽ പ്രോപ്പറായിട്ടൊരു കാര്യം കാണാൻ പറ്റും. ഒരു വലിയൊരു ക്യാൻഡിൽ ഉണ്ടാക്കിയിട്ടുള്ളത്, അതായത് വ്യാഴാഴ്ച ഉണ്ടാക്കിയ ക്യാൻഡിലിൻ്റെ ഉള്ളിൽ തന്നെയാണ് സ്റ്റിൽ ആ മാർക്കറ്റിൽ നിന്ന് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അവർലി ക്യാൻഡിലിട്ട് നോക്കിയാലും നമുക്കത് കാണാൻ പറ്റും. ഒരു വലിയ ക്യാൻഡിലിൻ്റെ ഉള്ളിൽ തന്നെയാണ് മാർക്കറ്റിൽ നിന്ന് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള റേഞ്ച് എക്സ്പാൻഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഷാർപ്പായിട്ടുള്ള ബ്രേക്ക് ഔട്ടുകൾ നമുക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഇതേ കാര്യം തന്നെയാണ് നമ്മൾ വീക്ക്ലി അനാലിസിലും പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞായറാഴ്ചത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ആൻഡ് പിന്നെ എൻ്റെ ട്രേഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി ഒന്നും പറയില്ല, ഇന്ന് ട്രേഡ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ആൻഡ് ഞാൻ രാവിലെ അത്ര അഗ്രസീവ് അല്ലായിരുന്നു. കാരണം രാവിലെ വെൻ ഇറ്റ് കംസ് ടു നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഫസ്റ്റത്തെ 3-4 ക്യാൻഡിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ നിന്ന് ട്രേഡ് ചെയ്യായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് വലിയൊരു ക്യാൻഡിൽ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് അതിനുള്ളിൽ കുഞ്ഞു ക്യാൻഡിൽസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കളിയായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് രാവിലെ ഞാൻ ആ നിഫ്റ്റി ബാങ്കിൻ്റെ ഭാഗത്തേക്ക്, ഒന്നാമത്തെ കാര്യം നിഫ്റ്റി ബാങ്കിൻ്റെ ഭാഗത്തേക്ക് ഇപ്പോൾ ഞാൻ പ്രീമിയത്തിൻ്റെ കേസ് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ പോകാറുള്ളൂ. ഇന്നലെ ഞാൻ അതിനകത്ത് ചെറിയ ട്രേഡ് എടുത്തിട്ടുണ്ടെന്നുള്ളതൊക്കെ ശരിയാണ്. ബട്ട് അത്ര അഗ്രസീവായിട്ട് ട്രേഡിന് ഞാൻ പ്ലാൻ ചെയ്യാറില്ല. കാരണം നമ്മൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വലിയൊരു ROI കണ്ട് ശീലമായിട്ടുള്ള ആളുകളാണ്. ലൈക്ക് ഓപ്ഷൻ ബയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ക്യാപിറ്റൽ കൊണ്ട് വലിയൊരു ROI കണ്ട് ശീലമായിട്ടുള്ള, പ്രോഫിറ്റിൻ്റെ കാര്യമല്ല, ഞാൻ വലിയ പ്രോഫിറ്റുകളുടെ കാര്യമല്ല പറയുന്നത്, ROI റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ ഓപ്ഷൻ ബൈ ചെയ്യുമ്പോൾ നമ്മൾ അത്ര വോളറ്റൈൽ ആയതുകൊണ്ട് വീക്ക്ലി എക്സ്പയറിൽ ട്രേഡ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ വലിയൊരു വോളറ്റൈലിറ്റി നമ്മൾ കണ്ട് ശീലമായിട്ടുള്ളതാണ്. ആ ഒരു വോളറ്റൈലിറ്റി ഇപ്പം കാണാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു ROI ഇപ്പം നമുക്ക് കാണാത്തത് കൊണ്ട് തന്നെ ലൈക്ക് ഫ്രസ്ട്രേഷൻ പോലെ ചെറുതായിട്ടൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് റിയാലിറ്റിയാണ്. അപ്പം ഞാൻ നിഫ്റ്റിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് നിഫ്റ്റിയിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഇപ്പം ഇതുവരെ നിഫ്റ്റിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പം നമ്മൾ ചോദിക്കും അപ്പം ഇതുവരെ ചെയ്തത് എന്തായിരുന്നു ഉള്ളത്. നിങ്ങൾ ട്രേഡിങ്ങിനെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. നമുക്കൊരു ഇൻസ്ട്രുമെൻറ്റിൽ നമുക്കൊരു എഡ്ജ് കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പം നിഫ്റ്റി ബാങ്കിൻ്റെ കാര്യം ഞാൻ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബാങ്ക് ഒരു റേഞ്ചിൽ നിന്ന് ഇത്ര പോയിന്റ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ യൂഷ്വലി ഉള്ള ദിവസങ്ങൾ എത്ര പോയിന്റ് പ്രീമിയത്തിൽ ട്രാവൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ബ്രേക്ക് ഔട്ട് ആണെന്നുണ്ടെങ്കിൽ 500 റേഞ്ചിൻ്റെ ബ്രേക്ക് ഔട്ടിൽ എത്ര പോയിന്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഫർദർ അപ്പോ സൈഡിലേക്കുള്ള മൂവ് കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ATM എത്ര പോകാൻ സാധ്യതയുണ്ട്, ITM എത്ര പോകാൻ സാധ്യതയുണ്ട്, ഫാർ OTM എത്ര പോകാൻ സാധ്യതയുണ്ട്. ആൻഡ് അത് എക്സ്പയറി ഡേയിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് സംഭവിക്കുക, എക്സ്പയറി ഡേയിൽ ഏത് സ്ട്രൈക്കിലാണ് നല്ല മൂവ്മെൻറ്റ് ഉണ്ടാവുക, ഈ കണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് ബൈ ഹാർട്ടാണ്, കാണാപ്പാടമാണ്. കാരണം ഞാൻ ഇതിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അതേ ഒരു ഫോക്കസ് ഞാൻ നിഫ്റ്റിയിൽ ചെയ്യാത്തത് കൊണ്ട് തന്നെ നിഫ്റ്റിനെ കുറിച്ച് ഈ കാര്യങ്ങളൊക്കെ എനിക്ക് പഠിച്ചെടുക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിലുള്ള പരിപാടികൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാർക്കറ്റിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇന്നുള്ള എൻ്റയർ ഡേ അടക്കം അതൊക്കെ തന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. വരും ദിവസങ്ങളിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ ഉണ്ടാവേണ്ടതുമാണ്. നമ്മളൊരു സ്ട്രാറ്റജി പറയുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ ഇത്ര പോയിന്റ് എന്നുള്ളത് എക്സാക്ട്ലി ഞാൻ പറയാറില്ല. ബട്ട് വെൻ ഇറ്റ് കംസ് ടു
നിഫ്റ്റി ബാങ്ക് ഏതൊരു സ്ട്രാറ്റജി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിഫ്റ്റി ബാങ്കിലാണ് അത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാറുള്ളത്. ആൻഡ് അതിനകത്ത് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും പ്രോപ്പറായിട്ട് ഞാൻ പറയാറുള്ളത് നിഫ്റ്റി ബാങ്കിലാണ്. നിഫ്റ്റിയിൽ ഇന്ന കണ്ടീഷൻസിൽ ഇത് വർക്കാവും, അല്ലെങ്കിൽ ഇന്ന കണ്ടീഷൻസ് ടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വർക്കാവും. ബട്ട് അവിടെ SL നിങ്ങളൊന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ക്ലിയർ ആയിട്ട് മിക്കവാറും സ്ട്രാറ്റജീസിൻ്റെ കേസിൽ ഞാൻ പറയാറുണ്ട്. അതേ ഒരു കേസ് എൽസെ നമ്മുടെ നിഫ്റ്റി ബാങ്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കൺഫ്യൂഷൻ എനിക്ക് വരാറില്ല. കാരണം ഞാനത് നിഫ്റ്റി ബാങ്കിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിക്കുന്നത്. സോ നമുക്ക് എന്തായാലും മാർക്കറ്റിലേക്ക് പോകാം, നമുക്ക് ചാർട്ടിലേക്ക് പോകാം. ഏതൊക്കെ ലെവൽസാണ് നാളത്തേക്ക് നമ്മൾ വാച്ച് ചെയ്യേണ്ടത്, എങ്ങനെയായിരിക്കണം നമ്മുടെ നാളത്തെ ട്രേഡ് പ്ലാനുകൾ ഉണ്ടാവേണ്ടത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വീഡിയോയിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, നമ്മളിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ചാർട്ടിലാണ്. നിഫ്റ്റിയുടെ 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ, 15 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മൾ ഇന്നലെ അനാലിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽസാണ് ഈ ഒരു 2 ലെവൽസിലെ. ഈ ഒരു 2 ലെവൽസിൻ്റെ താഴെയായിട്ട് നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ ഒരു ലെവലിനെ ബ്രേക്ക് ഔട്ട് ചെയ്താൽ ഇതൊരു ടാർഗറ്റ് ആയിട്ട് എടുക്കാം. ഫർദർ ഡൗൺ മൂവ് ക്ലിയർ ആയിട്ട് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൻ്റെ താഴത്തേക്കോ അല്ലെങ്കിൽ 500ൻ്റെ താഴത്തേക്കോ വരേണ്ടതുണ്ടെന്നുണ്ട്. സോ ഇന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത് ഈ ഒരു ലെവലിൽ മാർക്കറ്റ് ചെറുതായിട്ടൊരു സപ്പോർട്ട് എടുക്കാൻ നോക്കുന്നുണ്ട്. അതായത് നമ്മൾ ഇന്നലെ പറഞ്ഞ അനാലിസിസ് ലെവലിൽ പറഞ്ഞ ലെവൽസിനെ മാർക്കറ്റ് ക്ലിയർ ആയിട്ട് ബ്രേക്ക് ചെയ്തു. ഫസ്റ്റ് ടാർഗറ്റ് വരെ മാർക്കറ്റ് തന്നിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ നമ്മളിന്ന് ലൈവ് മാർക്കറ്റ് അനാലിസിസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 350 ആൻഡ് 595 എന്നുള്ള ലെവലായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 595 എന്നുള്ള ലെവൽ വന്നിട്ടുള്ളത് ഏകദേശം 1 സെക്കൻഡ്. ഓക്കെ, 595 എന്നുള്ള ലെവൽ വന്നിട്ടുള്ളത് 5 മിനിറ്റിലേക്ക് പോകാം നമുക്ക് അല്ലേ. സോ എന്തായാലും നിങ്ങൾ നോക്കിയാൽ മതി. ആൻഡ് ആ ഒരു ലെവൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് സെല്ലിലുള്ള ട്രേഡ് വന്നിട്ടുണ്ട്. മുകളിലേക്കുള്ള ലെവലിന് ഞാൻ അപ്ഡേറ്റും ചെയ്തിട്ടില്ല. കാരണം മുകളിലേക്ക് ഞാൻ അത്ര ഭയങ്കര കോൺഫിഡൻ്റ് അല്ലായിരുന്നു മാർക്കറ്റിൽ എന്നുള്ളതാണ്. അതിനോട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ചെറിയ 2 മൂവ് കിട്ടിയിട്ടുണ്ട്. ബട്ട് ആക്ച്വൽ മൂവ് വന്നിട്ടുള്ളത് താഴത്തേക്ക് തന്നെ, സെല്ലിങ്ങിലേക്ക് തന്നെയാണ് നല്ല മൂവ് വന്നിട്ടുള്ളത്. ഇതിനെ ഞാൻ ഇഗ്നോർ ചെയ്യുന്നില്ല. ബട്ട് ആക്ച്വൽ മൂവ് വന്നിട്ടുള്ളത് താഴത്തേക്കുള്ളതാണ് എന്നാണ് പറഞ്ഞത്. ആൻഡ് ഇനി എഗെയിൻ നാളത്തേക്കുള്ള കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് ആരും പറഞ്ഞുതരാമെന്ന് അറിയാൻ പറ്റുന്ന കാര്യമാണ്. ഇത് നമ്മളുടെ ഒരു പ്രോപ്പർ സ്ട്രോങ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ആ സപ്പോർട്ട് വരുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 500 എന്നുള്ള റൗണ്ട് നമ്പറും കൂടിയാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ലെവലിനെയാണ് മേജർ സപ്പോർട്ടായിട്ട് ഈ ഒരു ചാർട്ടിൽ മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു റേഞ്ചിനെ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് തന്നാൽ മാത്രമേ ഫർദർ അപ്പോ സൈഡിലേക്കുള്ള മൂവുകൾ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക. 24,500 എന്നുള്ള ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക. ഇതിൻ്റെ താഴെയായിട്ട് ചിലപ്പോൾ ഒരു ട്രാപ്പോ കാര്യങ്ങളൊക്കെ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് ട്രാപ്പാക്കിയിട്ട് എഗെയിൻ റിവേഴ്സൽ കാണിക്കാനുള്ള ചാൻസും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ആൻഡ് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റന്നാൾ എക്സ്പയറി ആണ്. സോ അതുകൊണ്ട് സെല്ലേഴ്സിന് സ്റ്റോപ്പ് ലോസ് പെർഫെക്റ്റ് ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു പോയിന്റാണിത്. സോ ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ടോ കാര്യങ്ങളോ കാണിച്ചിട്ട് ക്വാണ്ടിറ്റി കൺസ്യൂം ചെയ്തതിന് ശേഷം മാർക്കറ്റ് മുകളിലേക്ക് വരാനുള്ള സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഓവർ അഗ്രസീവായിട്ട് താഴത്തേക്കുള്ള ട്രേഡിനെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ്. ആൻഡ് ഇനി അപ്പോ സൈഡിലേക്കുള്ള ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാളത്തേക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന നിയറസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 650 എന്നുള്ള പോയിന്റാണ്. ഈ 650 എന്നുള്ള പോയിന്റ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 700 വരെയുള്ളൊരു മൂവ് നമുക്ക് കാണാൻ പറ്റും. 50 പോയിന്റ്സിൻ്റെ മൂവ് നമുക്ക് കാണാൻ പറ്റും. ബട്ട് 700ൻ്റെ മുകളിൽ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അടുത്തായിട്ട് ഈ ഒരു മുകളിലേക്കുള്ള റേഞ്ച് ബ്രേക്ക് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് അതിൽ നമ്മൾ വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 750 മാർക്കറ്റ് നിൽക്കാനുള്ള ചാൻസ് ഇല്ല. കാരണം ഇതൊരു ടൈറ്റ് റേഞ്ചാണ്. 700ൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതും ടൈം എടുത്തിട്ട് കിട്ടുന്ന ബ്രേക്ക് ഔട്ട് ആണെന്നുണ്ടെങ്കിൽ ഷാർപ്പായിട്ടുള്ള പ്രീമിയം സ്പൈക്കുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അൺവൈൻഡുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, ഷോർട്ട് കവറിംഗ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ റേഞ്ചിൽ നല്ലൊരു ട്രേഡ് കാണാൻ പറ്റും. ആ റേഞ്ച് 850 ആ റേഞ്ച് വരെയൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. സോ ആ ഒരു ലെവലിനൊക്കെ നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ ഈ ഒരു ലെവലിനെല്ലാം തന്നെ നമ്മൾ വാച്ച് ചെയ്യുക. എഗെയിൻ വെൻ ഇറ്റ് കംസ് ടു നിഫ്റ്റി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി വേറെ ഒന്നും പറയാനില്ല. ഇന്നലെ പറഞ്ഞിട്ടുള്ള ലെവലിനാണ് 300 എന്നുള്ള റേഞ്ച്. അതിനൊന്ന് അപ്പോ സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 750 എന്നുള്ള റേഞ്ച്. സോ ഈ 2 റേഞ്ചിനെ വാച്ച് ചെയ്യുക. ഈ റേഞ്ചിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ തന്നെ ചെറിയ ടാർഗറ്റുകൾക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുക. ആ ഒരു ബ്രോഡർ ലെവലിന്, അതായത് 150നെയും അതുപോലെ തന്നെ അപ്പോ സൈഡിലുള്ള 870 എന്നുള്ള ഈ ഒരു ലെവലിനെയും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ നമുക്കൊരു 150 പോയിന്റ്സിനൊക്കെ വീണ്ടും നമുക്ക് ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. സോ ആ ഒരു ലെവലിനൊക്കെ നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. അതിന് അഗെയിൻ ഇനി നിഫ്റ്റിയിൽ ചിലപ്പം എല്ലാ ദിവസവും ഇതായതുകൊണ്ട് തന്നെ ലൈക്ക് എക്സ്പയറീസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളെല്ലാം പറഞ്ഞു പോകേണ്ടതുണ്ട്. അതിനകത്തൊക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. സോ ഇന്നലെ നമ്മൾ വരച്ച് വെച്ചിട്ടുള്ള റേഞ്ചാണത്. ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ മിഞ്ഞാന്നാന്ന് തോന്നുന്നു അല്ലേ? യെസ്, ഇന്നലെ വരച്ച് വെച്ച് ആ റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ മാർക്കറ്റ് സ്റ്റക്കായി കിടക്കുന്നുണ്ട്. എഗെയിൻ നമ്മൾ ട്രെൻഡ് ലൈൻ്റെ അടുത്തേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ലെവലിനെ തന്നെ നമുക്ക് വാച്ച് ചെയ്യാം.
ട്രെൻഡ് ലൈനിൽ എഗെയിൻ പറയാനുള്ളത് ഫസ്റ്റ് അറ്റംപ്റ്റ് ഒരു ട്രാപ്പ് ആവാനുള്ള ചാൻസ് ഒന്ന് പ്രതീക്ഷിക്കണം. സോ അതുകൊണ്ട് തന്നെ ഓവർ അഗ്രസീവ് ക്വാണ്ടിറ്റിനെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക. ഇതൊന്ന് ട്രാപ്പ് ആയതിനു ശേഷം എഗെയിൻ മാർക്കറ്റ് താഴത്തേക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എഗെയിൻ നല്ലൊരു ഫോൾ നമുക്ക് കിട്ടാനായിട്ടുള്ള ചാൻസ് അവിടെ ഉണ്ട്. സോ അവർ ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. എഗെയിൻ നിഫ്റ്റി മിഡ് ക്യാപ്പിലൊന്നും നല്ല മൂവ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഗ്രൂപ്പിലുള്ള ചാർട്ടുകൾ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായിരുന്നു. ഞാൻ നോക്കിയിട്ടൊന്നും ഉണ്ടായില്ല പേഴ്സണലി. സോ ആസ് ഓഫ് നോ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന ലെവൽസ് എന്ന് പറഞ്ഞാൽ നിഫ്റ്റി മിഡ് ക്യാപ്പിലൊക്കെ എങ്ങനെയാണ് മൂവ് ഉണ്ടാവുന്നത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടിയിരിക്കുന്നു. കാരണം പിന്നെ ഇവിടെ ഇതില്ലല്ലോ, ലൈക്ക് നമ്മുടെ നിഫ്റ്റി ബാങ്കിൽ വീക്കിലി എക്സ്പയറി ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഏതിനകത്ത് ട്രേഡ് ചെയ്താലും കണക്കാണ്. സോ പ്രീമിയം കുറവാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള നമുക്ക് പിന്നെ വോളറ്റൈലിറ്റിയും കുറച്ച് കുറയുന്നതാണ്. സോ നമുക്ക് എവിടെ കിട്ടുകയാണെന്നുണ്ടെങ്കിലും പ്രോഫിറ്റ് എന്നുള്ള രീതിയിലൊക്കെ പ്ലാൻ ചെയ്യേണ്ടിയിരിക്കുന്നു. പണ്ട് അങ്ങനെയൊന്നും അല്ലായിരുന്നു പ്ലാൻ എന്ന് പറയുന്നത്. നിഫ്റ്റി ബാങ്കിൽ നിന്ന് 10 രൂപ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു സങ്കടമൊക്കെ ആയിരുന്നു. അപ്പം അതൊക്കെ മാറ്റേണ്ട അവസ്ഥ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. സോ എഗെയിൻ 13020 എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യുക. അവർ ലെവലിൻ്റെ താഴെ വന്നാൽ മാത്രം ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ഇതിനകത്ത് പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ. എഗെയിൻ വിവിധ സ്റ്റോക്കുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ HDFC ബാങ്ക് നമ്മൾ ഇന്നലെ പറഞ്ഞ ആ ഒരു ലെവലിൻ്റെ ഉള്ളിൽ തന്നെ നിന്നിട്ട് ആ ഒരു ലെവലിൽ തന്നെ എഗെയിൻ ഒരു ബേസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. സോ ആ ഒരു ലെവലിന് എഗെയിൻ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. ആ ഒരു ലെവലിന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് 50 എന്നുള്ള ലെവലിലും 50 താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ 35 എന്നുള്ള ലെവൽ വരെയൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ ആ ഒരു ലെവലിനെ നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് ക്ലീൻ ആയിട്ട് വാച്ച് ചെയ്യാൻ പറ്റും. ലോവർ സൈഡിൽ തന്നെയാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എഗെയിൻ ICICI ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 1320 എന്നുള്ള ലെവലിൽ തന്നെ നമുക്ക് വാച്ച് ചെയ്യാം. ബ്രേക്ക് ഔട്ട് ലെവലായിട്ട് നമുക്ക് 1330 എന്നുള്ള ലെവലിനെയും വാച്ച് ചെയ്യാം. ഈ ഒരു 2 റേഞ്ചിൻ്റെ ഉള്ളിലോ മുകളിലൊക്കെ ആയിട്ട് താഴെയൊക്കെ ആയിട്ടായിരിക്കും ക്ലിയർ മൊമെൻറ്റങ്ങൾ ഉണ്ടാവുക. സോ ആ ഒരു ലെവലിനൊക്കെ നമുക്ക് വാച്ച് ചെയ്യാം. കൊട്ടക് മഹീന്ദ്ര ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ലെവലിനെ ചെറുതായിട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്ത് വെക്കാം നമുക്ക്. സോ ആസ് ഓഫ് നോ നല്ലൊരു പെട്ടെന്നുള്ളൊരു ക്വിക്ക് മൊമെൻറ്റം കാണുന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമം 1785 എന്നുള്ള ലെവലിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ആ ഒരു ലെവലിൻ്റെ താഴെ വന്നാൽ മാത്രമേ ചെറിയൊരു മൊമെൻറ്റെങ്കിലും കാണുള്ളൂ. എഗെയിൻ ആക്സിസ് ബാങ്ക് വരികയാണെന്നുണ്ടെങ്കിൽ 1150 എന്നുള്ള ലെവലിൽ തന്നെ നമുക്ക് വാച്ച് ചെയ്യാം. നമ്മുടെ ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവലാണ്. അവിടെ തന്നെ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. ആൻഡ് ഇൻഫിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നോ നമ്മൾ വാച്ച് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ 1930 എന്നുള്ള ലെവലാണ്. 1930 ഈ ഒരു ലെവലിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് അതിനകത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ആ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. ആൻഡ് TCSലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ തന്നെ 4420 എന്നുള്ള ലെവലിൽ തന്നെ വാച്ച് ചെയ്യാം. 4420 താഴെ വന്നാൽ മാത്രമേ ഒരു വീക്ക്നെസ് ഉണ്ടാവുകയുള്ളൂ. എഗെയിൻ നമ്മൾ പിന്നെ റിലയൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നമുക്ക് ഈ ഒരു ലെവലിന് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് വെക്കാം. അതായത് 1295 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാം. 1295ൻ്റെ താഴെയായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ബയാസിനെ എടുക്കുക. ബട്ട് അറ്റ് ദ സെയിം ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു നല്ലൊരു ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട് മാർക്കറ്റ്. ആൻഡ് ഈ ഒരു ലെവലിനെയും കൂടിയും ബ്രോക്കൺ ആയി കഴിഞ്ഞാൽ മാത്രമേ, അതായത് 1270 എന്നുള്ള ലെവലിനെയും കൂടി ബ്രേക്ക് ചെയ്താൽ മാത്രമേ താഴത്തേക്കുള്ള മൊമെൻറ്റങ്ങൾ കാണുള്ളൂ. സോ പിന്നെ ഈ ഒരു ലെവലിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ടു സൈഡ് വൈസ് മാനർ തന്നെ മാർക്കറ്റിനെ റിലയൻസിൽ നമ്മൾ കാണേണ്ടതുണ്ട് എന്നുള്ളതാണ്. സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങൾ വീണ്ടും കാണാം. ബൈ.